അഖിലിന്റെ വോട്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലായിരിക്കണം. ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച്, തെറ്റുണ്ടെങ്കിൽ എനിക്കറിയില്ല, വ്യക്തിപരമായ വിവരങ്ങൾ അറിയില്ലെങ്കിലും നിലവിലുള്ള പരിചയത്തിൽ ഞാൻ പറയുകയാണ്. അപ്പോൾ ആ അഖിലിന് പോലും അറിയില്ല ഏത് കേന്ദ്രാവിഷ്കൃത പദ്ധതികളോടാണ് കേരളത്തിലെ സംസ്ഥാന സർക്കാർ മുഖം തിരിഞ്ഞു നിന്നതെന്നും സാധാരണക്കാരായ ആളുകൾക്ക് അതിന്റെ ഗുണം ലഭിക്കാതെ പോയതെന്നും. നോക്കൂ, ഇങ്ങനെ വന്ന് നട്ടാൽ കുരുക്കാത്ത നുണകൾ അങ്ങ് അടിച്ചുവിട്ടിട്ട് പോവുകയാണ്. തൊട്ടടുത്ത മണിക്കൂറുകൾ മുതൽ ബി.ജെ.പിയുടെ സംഘപരിവാറിന്റെ ഒഫീഷ്യൽ ഹാൻഡിലുകളിൽ ഇതിങ്ങനെ പ്രചരിപ്പിക്കുകയാണ്. ഒരു ചർച്ചയിൽ ഇതാ പ്രധാനമന്ത്രിയോട് ആരും തിരികെ ചോദിച്ചില്ല. ഒരു ചർച്ചയിൽ നമ്മൾ ഉത്തരവാദിത്തത്തോടു കൂടി ചോദിക്കുമ്പോൾ മറുപടിയില്ല ബി.ജെ.പി നേതൃത്വത്തിനും ബി.ജെ.പി നേതാക്കൾക്കും. അസിത, ഒരു കാരണവശാലും ശ്രീ അഖിലിനോട് ഉത്തർപ്രദേശ് എന്നോ ഗുജറാത്ത് എന്നോ എന്നും പറയാൻ പാടില്ല. കാരണം ഓക്സിജൻ കിട്ടാതെ നൂറുകണക്കിന് കുട്ടികൾ മരിച്ച നാടാണ്. ആശുപത്രി എത്ര കിലോമീറ്റർ പോയാൽ ഒരു ആശുപത്രി കാണാം എന്നതിനെ സംബന്ധിച്ച് ചോദിച്ചാൽ ഉത്തരവില്ലാത്ത നാടാണ്. പള്ളിക്കൂടങ്ങൾ എത്രയുണ്ടെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റാത്ത നാടാണ്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോൾ അസിത എത്ര ചോദിച്ചാലും ശ്രീ അഖിലിന് ഇങ്ങനെ മറുപടി പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. എന്തായാലും ഒരു കാര്യം സമ്മതിച്ചു, എൻ്റെ കേരളം അതിന് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. എൻ്റെ കേരളം എന്ന് പറയാൻ അഖിലിന് ഒരാർജവമുണ്ടായത് നല്ലതാണ്. ആ കേരളം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് അഖിൽ മനസ്സിലാക്കണം. 957 ആദ്യത്തെ EMS ഗവൺമെൻറ് മുതൽ ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ശ്രീ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് വരെ ഈ കേരളം ഈ നിലയിലേക്ക് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ പരിശ്രമം നടത്തിയിട്ടുണ്ട്. ആ പരിശ്രമത്തിൻ്റെ വിജയമാണ് ഇന്ന് കാണുന്ന, താങ്കൾ കൂടി അഭിമാനിക്കുന്ന ഈ കൊച്ചു കേരളം എന്നുള്ളത് താങ്കൾ കാണണം. ഇവിടെ താങ്കൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, അതിനുകൂടി ഞാൻ മറുപടി പറഞ്ഞു വരാൻ. അതിനുശേഷം ഈ വിവേചനത്തെ സംബന്ധിച്ച് കൂടി നമുക്ക് പറയാം. ഇവിടെ ഈ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം താങ്കൾ പറഞ്ഞല്ലോ, തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വിജയം, നിങ്ങൾ യഥാർത്ഥത്തിൽ ബി.ജെ.പിയുടെ ഓഫീസിൽ കണക്കുകൾ പരിശോധിക്കുമല്ലോ. ഞാൻ കണക്ക് പറയുകയല്ല, കണക്കുകൾ പരിശോധിക്കുമല്ലോ. ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ 101 വാർഡുകളിലെ LDFന് കിട്ടിയ വോട്ട് എത്രയാണ്, ബി.ജെ.പിക്ക് കിട്ടിയ വോട്ട് എത്രയാണ്? ഞങ്ങൾക്ക് സീറ്റ് കുറവാണ്. 190 വോട്ടുകൾക്ക് താഴെയാണ് ഞങ്ങൾ 16 സീറ്റുകൾ തോറ്റത്. ഞാനതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അഖിലിന് ആ കാര്യങ്ങളെല്ലാം അറിയാമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഒരു കാര്യം അഖിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് നിങ്ങൾ ബ്ലൂ പ്രിൻറ്റിൻ്റെ കാര്യം പറഞ്ഞില്ല, ശരി പോട്ടെ. വമ്പൻ വികസനങ്ങളെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞില്ല, പോട്ടെ. എന്തിനാണ് ഈ തിരുവനന്തപുരത്തിൻ്റെ ആരാധ്യനായ മേയറെ നിങ്ങൾ പറ്റിച്ചത്? ഏറ്റവും മോശക്കാരനാക്കിയത് എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾ നോക്കൂ, നിങ്ങൾ എത്ര കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പ് മുതൽ നിങ്ങൾ പറഞ്ഞു തുടങ്ങി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരുമ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അദ്ദേഹത്തെ സ്വീകരിക്കുന്നത് ഗൗണിട്ട ചിഹ്നമുള്ള മേയറായിരിക്കും, ആടയാഭരണങ്ങൾ അണിഞ്ഞ മേയറായിരിക്കും പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നതെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? ഇന്ന് യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തിയല്ലോ. എത്ര മോശപ്പെട്ട നിലയാണ് നിങ്ങൾ സ്വീകരിച്ചത്? പ്രോട്ടോകോൾ യഥാർത്ഥത്തിൽ ലംഘിക്കുകയായിരുന്നില്ലേ നിങ്ങൾ ചെയ്തത്? ആ മേയറെ ആ എയർപോർട്ടിൽ സ്വീകരിക്കാനുള്ള ഒരു ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്വം നിറവേറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ മേയർക്ക് അനുവാദം നൽകിയോ? അദ്ദേഹത്തിന് ഒരുപക്ഷെ ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് 2 യോഗങ്ങൾ എനിക്കുണ്ട്, അദ്ദേഹത്തിൻ്റെ കൂടെ വരികയാണെങ്കിൽ അല്ലെങ്കിൽ സ്വീകരിച്ചിട്ട് വന്നാൽ ഈ യോഗങ്ങളിൽ കയറാൻ പറ്റില്ല. ഇതാരെയാണ് നിങ്ങൾ പറ്റിക്കുന്നത്? ഇവിടെ ശിവരിയിൽ ഇന്ത്യയുടെ പ്രസിഡന്റ് വന്നു, ഞാൻ ഹെലികോപ്റ്റർ വന്നു നിന്ന ഹെലിപ്പാഡിൽ പോയി സ്വീകരിച്ചതാണ്. അപ്പോൾ എന്നോട് അവർ ചോദിച്ചു, വാഹന വ്യൂഹത്തിനകത്ത് കയറണമെങ്കിൽ നിങ്ങളുടെ വണ്ടി പറ്റത്തില്ല, നിങ്ങളൊരു മിനിസ്റ്റർ വണ്ടിയിൽ കൂടി കയറണം. ഞാൻ ഈ അക്കമ്പനി ചെയ്ത മിനിസ്റ്റർ വണ്ടിയിൽ കൂടി കയറിയിട്ടാണ് അവിടെ പോയത്. ഞാൻ ആ യോഗത്തിൽ പ്രസംഗിച്ചല്ലോ, ശിവഗിരിയിൽ പ്രസംഗിച്ചല്ലോ. അപ്പോൾ നിങ്ങൾ മനഃപൂർവ്വം തിരുവനന്തപുരത്ത് നിങ്ങൾ വോട്ട് ചെയ്ത ആളുകളെ പോലും പറ്റിക്കുകയാണ് ചെയ്തത്. മേയറെ ഇതിനപ്പുറം അപമാനിക്കാൻ വേണ്ടിയിട്ട് ഇല്ല എന്നുള്ളത് മനസ്സിലാക്കണം. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് മറ്റു ചില ആളുകളെ ഉയർത്തി കാണിച്ചിട്ടാണല്ലോ. ഇപ്പോൾ ശ്രീലേഖയെ പോലുള്ള IPS ഉദ്യോഗസ്ഥരെ ഉയർത്തി കാണിച്ചിട്ടാണല്ലോ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും കുറച്ച് നിഷ്പക്ഷമതികളായിട്ടുള്ള അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകളുടെ എല്ലാം വോട്ട് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചല്ലോ. ഇന്ന് ആ ശ്രീലേഖ ആ സ്റ്റേജിൽ നിന്ന ചിത്രം നിങ്ങൾ കണ്ടല്ലോ. എല്ലാ സോഷ്യൽ മീഡിയയിലും ചാനലുകളിലും വന്നല്ലോ ആ ശ്രീലേഖയുടെ സ്ഥിതി എന്തായിരുന്നു എന്നുള്ളത്. കരിവേപ്പല പോലെ എടുത്തെറിഞ്ഞില്ലേ ശ്രീലേഖയെ?